ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് 4 മണിക്കൊക്കെ ചായക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ ഉമ്മമ്മേൻ്റെ സിസ്റ്ററാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ 1/4 കിലോ കിങ് ഫിഷ് എടുത്തിട്ടുണ്ട്, അയക്കൂറ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾ, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ഇട്ട് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെക്കാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി, അധികം ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫിഷ് ഫ്രൈ ആയി സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഫിഷ് ഒന്ന് ഷാലോ ഫ്രൈ ആയാൽ മതി, അപ്പോൾ അത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഉള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. 3 മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ പീസ് ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്. അത് നന്നായി പൊടിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും കൂടെ ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് ശേഷം ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശേഷം കടുക് ഒന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്നിടുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളീനെ മിക്സ് ഇട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് തന്നെ വാടി കിട്ടിക്കോളും. ഇപ്പോൾ ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്, അതിലേക്ക് ഇതും കൂടെ ഇട്ട് കൊടുത്ത് സിമ്മിലിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. തേങ്ങാൻ്റെ മിക്സ് റെഡിയാക്കാൻ വേണ്ടി കുറച്ച് ചെറിയ ഉള്ളി, തേങ്ങ, 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, പെരിഞ്ചീരകം കൂടെ ഇട്ട് ആവശ്യത്തിന് മുളക് പൊടി, ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കണം. അധികം പൊടിയാൻ പാടില്ല, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അതിന് ശേഷം ഉള്ളീൻ്റെ കൂട്ടിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഈ ഫിഷ് ഉള്ളൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം ഉള്ളീൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് തേങ്ങ ചേർത്തതിന് ശേഷമാണ് ഈ ഫിഷിൻ്റെ കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഗരം മസാല കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ചേർക്കാനുള്ളത് മല്ലിയില. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മളിന്ന് ചെയ്യുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണേൽ പൊന്നി അരി നന്നായി അരച്ചിട്ട് അത് അങ്ങനെ ചെയ്യാം. 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് നന്നായി ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അധികം ലൂസായിട്ട് പോകാൻ പാടില്ല, കുറച്ചൊരു ടൈറ്റായിട്ടുള്ള ഈ ഒരു മാവാണ് വേണ്ടത്. അങ്ങനെ അരി ഇപ്പോൾ നന്നായി ടൈറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് തേങ്ങ, 4 പീസ് ചെറിയ ഉള്ളി കൂടെ ഇട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം ഈ അരിൻ്റെ മാവിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ അരിൻ്റെ മാവും മസാലയൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് പരത്തിയെടുക്കണം. ഒരു നെല്ലിക്കൻ്റെ ഷേപ്പ് ആ ഒരു വലുപ്പത്തിൽ എടുത്താൽ മതി. ഞാൻ ഇവിടെ ഇലയിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോയിൽ പേപ്പർ അല്ലെങ്കിൽ കോട്ടൻ്റെ ക്ലോത്തോ യൂസ് ചെയ്യാം. ഇതുപോലെ കുറച്ച് ഓയിൽ ഇതുപോലെ എടുത്തതിന് ശേഷം പരത്തിയെടുക്കുമ്പോൾ നമ്മളെ കയ്യിൽ അധികം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഇല്ല. അതിനുശേഷം നന്നായി ഒന്ന് കട്ടി കുറച്ച് ചെയ്യാം. ഈ ഒരു കട്ടിയിലാണ് വേണ്ടത്. അതിനുശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിലേക്കിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് മടക്കിയെടുക്കാൻ പറ്റുന്ന ആ ഒരു ഫില്ലിങ് മാത്രം വെച്ച് കൊടുത്താൽ മതി.
ഇല്ലെങ്കിൽ മടക്കിയെടുക്കുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല, പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ മസാലയൊക്കെ പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് തന്നെ പിടിച്ച് ഇതുപോലെ നന്നായി ഷേപ്പാക്കി എടുക്കാം. കുറച്ച് വേണമെങ്കിൽ ഓയിൽ കയ്യിൽ ആക്കിയതിന് ശേഷം പിന്നെയും ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഉന്നക്കായിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ഇത് വരുന്നത്. ബാക്കിയുള്ള എല്ലാ മാവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ ഇതുപോലെ കയ്യിൽ കുറച്ച് ചെയ്തിട്ട് ഇതുപോലെ പരത്തുമ്പോൾ നമ്മുടെ കയ്യിലധികം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഇല്ല. പെട്ടെന്ന് വേഗം തന്നെ ചെയ്ത് കഴിയുകയും ചെയ്യും. അല്ലെങ്കിൽ ഈ അരി നന്നായി കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിന് ശേഷം ബാക്കിയുള്ള മാവൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഉന്നക്കായിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പം ബാക്കിയുള്ള എല്ലാ മാവും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അതിന് ശേഷം അപ്പച്ചെമ്പിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് വെന്ത് വന്നാൽ മതി. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. അതിന് ശേഷം അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം. 2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾ, അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് ഒന്ന് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് അരിപ്പൊടി അല്ലെങ്കിൽ മൈദയും ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് മിക്സാക്കി എടുക്കുക. നമ്മൾ കല്ലുമുക്കായും ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു ബാറ്ററാണ് ഇതിനും വേണ്ടത്. അതിന് ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അധികം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. അതിന് ശേഷം ഓരോരു മീൻകായും എടുത്ത് ഈ ബാറ്ററിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അധികം ഓയിൽ ഒഴിച്ച് കൊടുക്കാതിരിക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നതും മസാല അതിലേക്ക് നന്നായി പിടിക്കുന്നതും. അപ്പോൾ ഇങ്ങനത്തെ സ്നാക്സ് അതുപോലെ നമ്മുടെ നാടൻ റെസിപ്പീസൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റും നല്ല സ്മെല്ലും ആയിരിക്കും. അതിന് ശേഷം അധികം ഫ്ലെയിം ഇത് കൂട്ടി വെച്ചിട്ടല്ല ചെയ്യുന്നത്, മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള മീൻകായൊക്കെ അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഓരോരോ പ്രാവശ്യവും നിങ്ങൾ ഫ്രൈ ആക്കുമ്പോഴും അതിൽ വേണമെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ ബാക്കിയുള്ള എല്ലാ മീൻകായും അതുപോലെ തന്നെ ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകായം സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളെ കമൻസിൽ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ആവാതെ ലഭിക്കുന്നതാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.